Hi friends, welcome back to our channel. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തായിട്ട് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് വരുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചുരക്ക ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചുരക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയില്ല, ഞങ്ങൾ ഇവിടെ ചുരക്ക എന്നാണ് പറയുന്നത്. ഞാനത് കാണിക്കാം. ഇതാണ് ചുരക്ക എന്ന് ഞങ്ങൾ പറയുന്ന സാധനം, ബോട്ടിൽ കാർഡ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഈ ചുരക്കയും അതുപോലെ പച്ച ചെമ്മീനും കൂടിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. പച്ച ചെമ്മീൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടും ഈ സെയിം കറി വയ്ക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചുരക്ക ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് 2 ചുരക്കയാണ്, ഇതെല്ലാം കൂടെ 1 കിലോയാണ്, 2 കൂടെ 1 കിലോയാണുള്ളത്. അപ്പോൾ ഇത്രയും വേണ്ട നമുക്ക്. ഈ വലിയ ഒരെണ്ണത്തിൻ്റെ പകുതി മതി കറിക്ക്, ഒരു 2 നേരത്തേക്കുള്ളൊരു കറിക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ പകുതി മതി കേട്ടോ. അപ്പോൾ ആദ്യം നടുവേ ഒന്ന് മുറിക്കാം. നടുവേ മുറിക്കുന്നതിന് മുമ്പ് ഇതേ ഇവിടെ ഒന്ന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും എടുക്കുവാണ്. ഈ ഒരു കഷ്ണം മതി നമുക്ക് ഒരു കറിക്കൊക്കെ ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കളയട്ടെ. ഇപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളുഭാഗത്ത് നമുക്ക് വേണ്ടാത്തൊരു സംഭവമുണ്ട്. ഇത് കുരുവൊക്കെ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഞാനിത് എടുക്കാറില്ല കേട്ടോ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, അപ്പോൾ അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാറാണ്. അത് ഇടാറില്ല. ഒരു പഞ്ഞി പോലെ ഉണ്ടാവും. കുരു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു ഉണ്ടാവും. ഇപ്പോൾ കുരു ശരിക്കും ആയിട്ടില്ല, എന്നാലും ഞാനത് എടുക്കാറില്ല. അപ്പോൾ അത് താല്പര്യമില്ലാത്തൊരു ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും കണ്ടോ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചുരക്ക തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നേരെ ചട്ടിയിലോട്ടൊക്കെ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വേവൊന്നും ഇല്ല. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 1 തക്കാളിയാണിത്. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ചെറിയ തക്കാളിയാണ് 2 എടുത്തോ കുഴപ്പമില്ല, പുളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ പച്ചമുളക് 2 കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പ്രോൺസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പച്ചച്ചെമ്മീനാണ്. പച്ചച്ചെമ്മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണക്കച്ചെമ്മീൻ ഇതേപോലെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴുകി നന്നായി വൃത്തിയാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതോട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ല, ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പച്ചച്ചെമ്മീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 3 ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഒരു 5-6 എടുത്താൽ മതി. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചെമ്മീൻ കറി ആയിപ്പോവും. അപ്പം നമ്മുടെ ചുരക്കയുടെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവറൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഒരുപാട് എടുക്കരുത്, ചെമ്മീനാണല്ലോ ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു 5-6 എടുക്കാവുള്ളൂ. ഈ ഒരു പകുതി ചുരക്കയൊക്കെ വെക്കുമ്പോൾ അത്രയൊക്കെ മതി, ധാരാളം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 6 എടുത്തിരിക്കുന്നത്. അത് ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തോ കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പേ വെക്കാം. 1 നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ആവശ്യമില്ല. ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 1-2 വിസിലിന് വേവാൻ വെക്കുക. അതിൽ കൂടുതൽ വിസിൽ ആവശ്യമില്ല, കാരണം ചുരക്ക പെട്ടെന്ന് വേഗം. ചെമ്മീനും അത്യാവശ്യം ഒത്തിരി വേഗമൊന്നും പറയാനില്ല. 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിലിന് വെന്തോളും. അപ്പം നമുക്കൊരു 2 വിസിലിന് ഇത് വേഗം വയ്ക്കാം. ഇപ്പം നമ്മൾ ചുരക്കയും ചെമ്മീനും കൂടെ വേകാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു തേങ്ങയുടെ അരപ്പുണ്ട്, അതൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി എടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ
ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വേഗം വെക്കുമ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മഞ്ഞൾ ചേർക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഈ മുളക് പൊടി എന്ന് പറയുന്നത് ഞാൻ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടിയാണ്. ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ, നല്ല എരിവുള്ള ഉണ്ടമുളക് പൊടിപ്പിച്ചെടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഇതിന് ഒത്തിരി കളർ ഉണ്ടാകത്തില്ല, ഒത്തിരി റെഡ് കളർ വരത്തില്ല. അതേസമയം നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂണിൽ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ 1 ടീസ്പൂണൊക്കെ ഇട്ടു. ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇടാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ഇത് കുക്കറൊക്കെ 2 വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ തണുത്തിട്ടുണ്ട് വിസിൽ കണ്ടോ, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ നമ്മുടെ ചുരക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചെമ്മീനും ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചതാണ്, ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങാ പേസ്റ്റ് ഒട്ടും വേസ്റ്റ് ആക്കാതെ നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. കാരണം തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി, ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് കടുകും ചെറിയുള്ളി കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ഇതിലേക്ക് ഞാൻ 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചുരക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ചോറ് തന്നെ ഈ കറി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ചുരക്ക ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.